നമ്മുടെ ജാഗ്വറിൻ്റെ പുതിയ വണ്ടി ഇറങ്ങിയ ആരും അറിഞ്ഞോ? അറിഞ്ഞു. ടൈപ്പ് 00. ഈ വണ്ടി ജാഗ്വർ ഇറക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ സിസ്റ്റം റീസെറ്റാണ് ജാഗ്വർ ചെയ്യാൻ പോകുന്നത്. അതായത് അവരുടെ ഫുൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിലീറ്റ് ആക്കി. പിന്നെ അവർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ലോഗോ തന്നെ ഫുള്ള് ഡിലീറ്റ് ചെയ്തു, അവരുടെ ഫോണ്ട് മാറ്റി. പിന്നെ ഒരു വെറൈറ്റി ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ് ഇപ്പോൾ ഒരു ജാഗ്വറിന് ഇറക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫസ്റ്റ് ലൈവായിട്ട് റോഡിൽ വണ്ടി പാരീസിൽ ഈ ഇടയ്ക്കാണ് പ്രത്യക്ഷപ്പെട്ടത്. ആക്ച്വലി ഒന്നുമില്ല, പഴയ ജാഗ്വർ അല്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേറൊരു ബ്രാൻഡ് തുടങ്ങിയാൽ മതിയായിരുന്നു. ആ പേര് വെച്ചിട്ട് വേറൊരു ബ്രാൻഡ് തുടങ്ങി എന്നുള്ള സെറ്റപ്പാണ്. ഇപ്പം മൊത്തത്തിലൊരു ബ്രാൻഡ് തുടങ്ങിയാലാണ്. കാരണം പണ്ടത്തെ ജാഗ്വർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വന്ന ഭയങ്കര റോയലായിട്ട് ആ ഒരു ഗ്രില്ലൊക്കെ ഉള്ളൊരു വണ്ടി ഇപ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ട് ഒരു മിനിമലിസ്റ്റിക് ഡിസൈൻ, ലൈക്ക് ലോകം മാറി മിനിമലിസ്റ്റിക് ആയപ്പോൾ ജാഗ്വറും മാറി മിനിമലിസ്റ്റിക് ആയി. അതിൻ്റെ കീയൊക്കെ ഏകദേശം ഇതേപോലത്തെ ഒരു സെല്ലോട്ടേ മറിക്കുണ്ടാക്കിയാണ്, ഇതേപോലത്തെ ഒരു സംഭവം പോലത്തെ ഒരു കീയൊക്കെയാണ്. ടാറ്റ ജാഗ്വറിനെ 2008 അക്വയർ ചെയ്തു. അതിനോടൊപ്പം തന്നെ ലാൻഡ് റോവറിനെയും ടാറ്റ അക്വയർ ചെയ്തു. പക്ഷേ ലാൻഡ് റോവർ ഭയങ്കരമായിട്ട് ത്രൈവിങ് ആയപ്പോഴും ജാഗ്വറിന് ആർക്കും വേണ്ട എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. BMW ഒക്കെ ആയിട്ട് കമ്പീറ്റ് ചെയ്യുന്നൊരു വണ്ടിയായിരുന്നല്ലോ ജാഗ്വർ. പക്ഷേ BMW ഒക്കെ ഇപ്പോൾ ഒരു മാസ് മാർക്കറ്റ് വണ്ടി പോലെ ആയപ്പോഴും ജാഗ്വറിന് ആർക്കും വേണ്ട എന്നുള്ള അവസ്ഥയാണ്. ജാഗ്വർ പലത് ട്രൈ ചെയ്തല്ലേ, പല രീതിയിലും ജാഗ്വർ ട്രൈ ചെയ്തു. അല്ല, ഏതൊക്കെ കോമ്പിനേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം അവർ ട്രൈ ചെയ്തു. പക്ഷെ അതെല്ലാം നല്ല വണ്ടികളായിരുന്നു. പക്ഷെ അതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം ലൈക്ക് ജാഗ്വർ തുടങ്ങിയപ്പോൾ തന്നെ ജാഗ്വറിൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ലക്ഷറി സെഡാൻസ്, സ്പോർട്ട് കാർസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ബാക്കിയുള്ള കോമ്പീറ്റിംഗ് ബ്രാൻഡ്സ്, ഇപ്പോൾ BM ആണെങ്കിലും മെഴ്സഡസ് ബെൻസ് ആണെങ്കിലും എല്ലാവരും കാലം മാറുന്നതനുസരിച്ച് പുതിയ പ്രൊഡക്ട്സ് SUVs എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ഇപ്പോൾ ജാഗ്വറാണ് ഇപ്പോൾ അവരുടെ F-Pace വളരെ നല്ലൊരു വണ്ടിയായിരുന്നെങ്കിലും അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെ ലേറ്റ് ആയി പോയി. 2016 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ലേറ്റ് ആയിരുന്നെങ്കിലും ആ ഒരു ഫോം ഫാക്ടറിൽ ആ വണ്ടി ആദ്യം വരുന്നു. അതേ മോഡൽസ് അവർ ഇറക്കിയില്ല. അതായത് സെഡാനും SUVയും കൂടി മിക്സപ്പ് ചെയ്തിട്ടുള്ള ഒരു വലിയ വീൽസ് ഉള്ള സെഡാൻ. അപ്പോഴത്തേക്കും ബാക്കി കോമ്പറ്റീറ്റേഴ്സ് എല്ലാം അവരുടെ ഒരു നില ഉറപ്പിച്ച് കഴിഞ്ഞായിരുന്നു. അവർക്ക് ഒരു മാർക്കറ്റിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ജാഗ്വറിനെ സംബന്ധിച്ചാണെങ്കിൽ ഓൾറെഡി ഭയങ്കര ഒരു ഇൻഫേമസ് ആണ്, വണ്ടിക്ക് ഒട്ടും റിലയബിലിറ്റി ഇല്ല, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ. അതായത് പിന്നെ പെട്ടെന്ന് തന്നെ റീസെയിൽ കുറേ വണ്ടികൾ വരുന്ന ഒരുമിച്ച് അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. റീസെയിൽ ലൈക്ക് യൂസ്ഡ് മാർക്കറ്റിൽ ഭയങ്കര താല്പര്യം കുറവുള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഒരു മേടിക്കാൻ മടിയാണ് ആ വണ്ടി. അതിൻ്റെ ഒപ്പം മൊത്തത്തിലൊരു നോക്കിയ സിനാറി ആയിപ്പോയി. എല്ലാവരും മാറുന്നു, കാലം മാറുന്നു, ഇവർക്ക് മാറാൻ കുറച്ച് മടിയുണ്ട്, സ്ലോ ആയിട്ട് മാറുന്നത്. അപ്പം അങ്ങനെ മാറിയപ്പോഴത്തേക്കും അവരുടെ ഒരു പോർട്ട്ഫോളിയോയിൽ തന്നെ വളരെ കുറച്ച് വണ്ടികൾ ഉണ്ടായുള്ളൂ. BM ബെൻസൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോ ഹൺഡ്രഡ്സ് ഓഫ് വെഹിക്കിൾസ് ഉണ്ട്, ഇഷ്ടംപോലെ. ആർക്ക് എന്ത് വണ്ടി വേണോ അത് BMW അല്ലെങ്കിൽ ബെൻസ് എന്തെങ്കിലും സെയിൽ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ജാഗ്വറിൽ എനിക്ക് തോന്നുന്നു ഒരു 5-6 വണ്ടിയൊക്കെയാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ അവർ ഇന്നോവേഷൻസിലും പുറകെ പോയി, അവരുടെ മോഡൽസിലും പുറകെ പോയി. ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പിന്നെ ഒരു ലക്ഷറി കാർ എന്നുള്ള നിലയിൽ ഇത് മെയിൻ്റനൻസും കുറച്ച് പാടൊക്കെ ആയിരുന്നു. ജാഗ്വർ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ നമ്മുടെ നടൻ ജയസൂര്യൊക്കെ എടുത്തായിരുന്നു ജാഗ്വർ. അന്നൊക്കെ ഇതിനൊരു വിലയുണ്ടായി. പക്ഷേ ഇപ്പോൾ ജാഗ്വറിന് 100. പക്ഷേ ഇപ്പോൾ ആ ഒരു ജാഗ്വറിന്ന് കേൾക്കുമ്പോൾ ഉള്ള ഒരു ഗാംഭീര്യമൊക്കെ പോയി. അല്ല, റോഡിലേ കാണാനില്ല ഇപ്പോൾ വണ്ടി, ഭയങ്കര കുറവാണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇവർക്ക് ഇങ്ങനെ ഒരു റീബ്രാൻഡ് നമുക്ക് കണ്ടറിയാം. ആക്ച്വലി ആ ബ്രാൻഡിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവരെല്ലാ അടവും പയറ്റി നോക്കി. പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഐഡിയ അവർക്ക് ചെയ്തു നോക്കാനുള്ളൂ. ഈ ന്യൂ കാർ ടൈപ്പ് 00 ഹിറ്റ് ആവുമോ? അത് അറ്റൻഷൻ കിട്ടണല്ലോ. ആരും സംസാരിക്കാത്തൊരു ബ്രാൻഡായിരുന്നു ജാഗ്വർ ഈ ഇടയ്ക്ക്. അവരെക്കുറിച്ച് ഇപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഫുൾ ഇൻ്റർനെറ്റ് ഇവരെ കുറിച്ചായിട്ടുള്ളൊരു ചർച്ച വന്നല്ല. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡൽ പോലെ അല്ലേ ഇപ്പോൾ വന്നേക്കുന്നത്. ശരിക്കും ഈ കാർ ഇതിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് പറഞ്ഞാൽ ഭയങ്കര സെലിബ്രിറ്റീസ് ഒക്കെ ആയിരിക്കുമല്ലോ. ഇവരെല്ലാവരും തന്നെ ഒരു അറ്റൻഷൻ നോക്കുന്ന ആൾക്കാരാണ്. ഇവരാരും തന്നെ കാർ മേടിക്കുന്നതിൻ്റെ പെർഫോമൻസിനൊന്നുമല്ല, ഇതിൻ്റെ വാല്യൂ, ഇത് തരുന്ന ഒരു അറ്റൻഷൻ, അതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഈ കാറിന് ഒരു അറ്റൻഷൻ കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ ഈ വണ്ടി എന്തായാലും അവർ മേടിക്കും. അതെ, ഞാനും അല്ല ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ്, നിങ്ങളുമല്ല, ഇവനുമല്ല, ഇവരുമല്ല. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് നമുക്ക് മനസ്സിലാവുന്ന ആൾക്കാർ, സെലിബ്രിറ്റീസ്, എനിക്ക് തോന്നുന്നു ഫാഷൻ ഐക്കൺസ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ്. അതെ, ഒരു റെഡ് കാർപ്പറ്റിലോട്ട് ഇങ്ങനെ വന്നിറങ്ങുമ്പോൾ ഈ വണ്ടിയിലൊക്കെ വന്നിറങ്ങിയാണെങ്കിൽ അത് വേറൊരു മൂടായിരിക്കും. ശരി, ഇപ്പോൾ ആ ഒരു വൈബിൽ ചിന്തിച്ച് നോക്കി, റെഡ് കാർപ്പറ്റിലൊക്കെ ഈ വണ്ടിയിൽ വന്നിറങ്ങുമ്പോൾ കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ശരിയാ. വണ്ടി സെലിബ്രിറ്റി ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ വണ്ടി സെയിലാവും എന്തായാലും. അപ്പോൾ പറഞ്ഞു തന്ന ടാറ്റ എത്ര ശ്രമിച്ചിട്ടും ജാഗ്വറിനൊന്നും ഇനിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ലാൻഡ് റോവർ സൂപ്പറായിട്ട് സെയിലൊക്കെ നടക്കുമ്പോഴും ജാഗ്വറിനെ എത്ര ശ്രമിച്ചിട്ടും അവർക്കൊന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുന്നുണ്ടായില്ല. ആ ഒരു സമയത്താണ് ഇങ്ങനെ റീബ്രാൻഡിങ് നടക്കുന്നത്. ലിറ്ററലി ദ ഹോൾ വേൾഡ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതിനെക്കുറിച്ചാണ് പറയുന്നുണ്ടായിരുന്നത്. നെഗറ്റീവായിട്ടാണെങ്കിലും ജാഗ്വറിൻ്റെ ഒരു ഗൂഗിൾ സെർച്ചൊക്കെ നോക്കിയാൽ തന്നെ ഓൾ ടൈം ഹൈ ആണ് ജാഗ്വറിൻ്റെ ആൾക്കാർ സെർച്ച് ചെയ്യുന്നതും. അതുപോലെ എനിക്കറിയില്ല, ചിലപ്പോൾ ഈ ടൈപ്പ് ഒരു ഡിസൈൻ അപ്പീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പേഴ്സണലി എനിക്കത്ര ഇൻട്രസ്റ്റിംഗ്, എനിക്കതൊരു
കാണുമ്പോൾ ഒരു ഐ ക്യാച്ചിങ് ഒരു നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും. പക്ഷേ നമുക്ക് ഐ ആം നോട്ട് ഷുവർ ഇഫ് ഐ വിൽ ഓൺ ഇറ്റ്. എനിക്കത് വാങ്ങണം എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. നമ്മളല്ല അതിൻ്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസ്, അത് വേറെ കാര്യം. ഇത് വാങ്ങേണ്ട ഓഡിയൻസിൻ്റെ ഇത് അടുത്ത് എത്തുവാണെങ്കിൽ വണ്ടി ഹിറ്റാവുമായിരിക്കും. ആക്ച്വലി കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ കുറേ ബ്രാൻഡുകൾ ഈ ഒരു ലെവലിലുള്ള ഡിസൈൻസാണ് കൊണ്ടുവന്നേക്കുന്നത്. കുറേ വണ്ടികൾ ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ പ്രൊഡക്ഷൻ ലെവലിലോട്ട് വരുമ്പോൾ അവരൊരു ലെഗസിയും കാര്യങ്ങളും കീപ്പ് ചെയ്തിട്ടായിരിക്കും അവരത് ഇറക്കാറുള്ളത്. പക്ഷേ ജാഗ്വാർ ഇപ്പോൾ ഇറക്കിയേക്കുന്ന ഒരു കൺസെപ്റ്റ് ആയിട്ടല്ല, അതൊരു അവരുടെ ഇനി വരുന്ന EV വണ്ടികളുടെ ഒരു പ്രിവ്യൂ ആയിട്ട് ഇറക്കിയേക്കണം. മിക്കവാറും ഒരു 95% അതേപോലെ തന്നെ ഇറക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. നമ്മളുടെ F-Type ഒക്കെ പണ്ട് പോണത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പോകും ആക്ച്വലി. പക്ഷേ അത്രയും പ്രൈമായിട്ട് നിന്നിരുന്ന സമയത്ത് നിന്ന് ഒരു ബന്ധമില്ലാത്തൊരു ഡിസൈനും കൾച്ചറും കൊണ്ടുവരുന്ന കാണുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിങ്ങിൽ ഇത് എന്തോ ഹിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ടാഗ് ലൈനായിട്ട് വെച്ചിരുന്നത് കോപ്പി നത്തിങ് എന്നായിരുന്നു. അത് നമ്മളുടെ നത്തിങ് ഫോൺ ബ്രാൻഡ് എടുത്ത് തിരിച്ചടിച്ചായിരുന്നു. അതൊക്കെ ഭയങ്കര ഇൻ്റർനെറ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതെ. കോപ്പി നത്തിങ് എന്ന് പറഞ്ഞിട്ടും അലോയ് ഡിസൈനൊക്കെ ടാറ്റയുടെ തന്നെ ആയിപ്പോയി. ശരിയാ, നമ്മുടെ പഞ്ചിലുള്ള അതുപോലെ തന്നെ സഫാരിയിലും അതാണ് അതെവിടെയോ കണ്ടിട്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് 23 ഇഞ്ച് ആക്കി ഇതുപോലെ തന്നെ ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഉണ്ടായിരുന്നു നമ്മളുടെ ഇപ്പോഴത്തെ ടാറ്റ തന്നെ കുറച്ചും കൂടി ഒന്ന് ലക്ഷറീസ് ആക്കിയ പോലത്തെ സ്റ്റിയറിംഗ് ആണ് ടാറ്റ എഴുതിയേക്കണ. ഇതിനകത്ത് ടാറ്റയുടെ കൈകടത്തിൽ കുറച്ചധികമാണെന്ന് തോന്നുന്നു. അപ്പോൾ റൈറ്റ് നൗ ഈ വണ്ടിയാണ് ഇൻ്റർനെറ്റിലെ ഏറ്റവും ഹെയ്റ്റഡ് ആയിട്ടുള്ള വണ്ടി. പിന്നെ ഇതുപോലെ ഹെയ്റ്റ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ടെസ്ലയുടെ സൈബർ ട്രക്ക്. പക്ഷേ അത് കുറച്ചും കൂടി ഒരു മാസ് മാർക്കറ്റ് അപ്പീലുള്ള വണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് വാങ്ങാൻ പറ്റുവാണെങ്കിൽ Type 00 എടുക്കുമോ അതോ ടെസ്ല സൈബർ ട്രക്ക് എടുക്കുമോ? ഒബ്വിയസ്ലി സൈബർ ട്രക്ക് എനിഡേ. സൈബർ ട്രക്ക് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ടെസ്ലയുടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ടെസ്ലയുടെ ആ ഒരു ചാർജ് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറാണ് ടെസ്ലയുടെ. അതെല്ലാം അതിൽ സാധാരണ ടെസ്ലയിലുള്ളതിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടുള്ള കാറാണ്. നമുക്ക് ഒരു ട്രക്കിൻ്റെ യൂസും ഉണ്ടാകും, എന്ന ആവശ്യത്തിന് പവറുള്ള ഒരു വണ്ടിയുമാണ്. പിന്നെ അതിനകത്ത് മോട്ടറിൻ്റെ കാര്യങ്ങളായാലും എല്ലാത്തിലും കുറേയധികം കസ്റ്റമൈസ് ആയിട്ടുള്ള മോഡൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിയൽ വീലിൽ മാത്രമാക്കിയിടുക, അങ്ങനെ കുറേ മോഡ്സൊക്കെ നമുക്ക് മാനുവലി ചെയ്ത് ഓടിക്കാനൊക്കെ പറ്റും. പിന്നെ അത്യാവശ്യം വണ്ടി റിലയബിളാണ്. പിന്നെ നല്ല വലിയ വണ്ടിയാണ്, നല്ല റോഡ് പ്രസൻസുമാണ്. ആക്ച്വലി ആ വണ്ടിയുടെ റിലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ വിസ്റ്റൻ ഡീസൽ എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് ഈ വണ്ടി പുള്ളി മേടിച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അതെല്ലാം ചെയ്യാണ്ട്. അതിനകത്ത് കുറച്ച് റിലയബിൾ ഇഷ്യൂസൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ വണ്ടി ഇത്തിരി സീനാണ്. അപ്പോൾ നമ്മളെല്ലാവരും ജാഗ്വാറിന് ഓവർ ടെസ്ലയായിരിക്കും പ്രിഫർ ചെയ്യുന്നത്.